ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ട സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. സോ നമുക്ക് പ്രൊജക്റ്റിന് ഒരു ഐഡിയ ഒക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഐഡിയ മീൻസ് നമ്മൾ കോഡ് എഴുതാൻ വേണ്ടിയിട്ടാണത്. നമ്മൾ വേണമെങ്കിൽ നമുക്ക് നോർമൽ നമ്മുടെ ഒരു ഉബുണ്ടു അതേപോലെ വിൻഡോസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് അതിലൊരു ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ടാവും. അതിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കോഡ് ചെയ്യാം. ബട്ട് ദ ഇഷ്യൂ നമുക്കതിൽ കോഡ് ചെയ്യാൻ ഭയങ്കര റിസ്ക് ആയിരിക്കും. ഈ ഐഡിയിൽ കോഡ് ചെയ്യുമ്പോൾ ഐഡിയ നമുക്ക് കോഡിങ്ങിനായിട്ട് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു സോഫ്റ്റ്വെയർസ് ആണ്. സോ നമുക്ക് ഈ അതിൽ കോഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് നമുക്ക് കുറേ സജഷൻസ് കിട്ടും. അതേപോലെ നമുക്ക് ഫുൾ കോഡ് നമ്മൾ ബൈ കീബോർഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതേപോലെ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു ഐഡിയൻ്റെ ബെനിഫിറ്റ്സ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ മേ ബി ഇപ്പോൾ HTML എന്നൊക്കെ ആണെങ്കിൽ HT എന്നിട്ടാൽ തന്നെ നമുക്ക് HTML എന്നുള്ള സജഷൻസ് കിട്ടും. അതേപോലെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. സോ നമ്മൾ ഈ ത്രൂഔട്ട് വെബ് സീരീസ് മേ ബി നമ്മൾ ത്രൂഔട്ട് വെബ് സീരീസ് അല്ല ഇനി അടുത്ത സീരീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡിയാണ് ഈ ഒരു വെബ് ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഐഡിയാണ് Vscode എന്നുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു Vscode എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ആൻഡ് ദെൻ നമുക്ക് ഈ Vscode കുറച്ച് എക്സ്റ്റൻഷൻസ് നമുക്ക് യൂസ് ചെയ്യാണ്ട്. എക്സ്റ്റൻഷൻസ് എന്താണെന്നൊക്കെ ഉള്ളത് അപ്പോൾ കാണാം. സോ നമുക്ക് Vscode ഇൻസ്റ്റാളേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ബ്രൗസർ എടുക്കുക. ഞാനിവിടെ ഫയർഫോക്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് Vscode ഇൻസ്റ്റാളേഷൻ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാൽ മതി. എന്നിട്ട് ജസ്റ്റ് എൻ്റർ കൊടുക്കാം. ഞാൻ എൻ്റെ OS എന്ന് പറയുന്നത് വിൻഡോസ് ആണ്. സോ അപ്പോൾ ഞാൻ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് സിമ്പിളാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഉബുണ്ടോ അല്ലെങ്കിൽ ലിനക്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചാൽ വേറെ വീഡിയോസൊക്കെ കിട്ടും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതിൽ നമ്മൾ ജസ്റ്റ് ബ്രീഫായിട്ടേ പറയുന്നുള്ളൂ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത്. സോ ഈ Vscode ഈ ഒരു വെബ്സൈറ്റ് എടുത്താൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഉബുണ്ടുവിലാണെങ്കിൽ ഉബുണ്ടുന്ന് എടുത്താൽ തന്നെ നിങ്ങൾക്ക് കാണും ഈ ഉബുണ്ടുവിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ തന്നെ നിങ്ങൾക്ക് സൈഡിൽ സെറ്റപ്പ് ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലിനക്സ്, മാക് OS, വിൻഡോസ്, റാസ്ബെറി പൈ അങ്ങനെ എല്ലാ ഒരു OS-നുള്ളതും OS-നുള്ള Vscode അവരവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു ഓരോ ഓപ്ഷൻസ് നിങ്ങൾ എടുത്താൽ ഇപ്പോൾ വിൻഡോസാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ വിൻഡോസിൽ നമുക്ക് ഈ Vscode എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രൗസർ ഈ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ലിനക്സിലോട്ട് പോകും. അതായത് വെബ്സൈറ്റ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് ഏതോ OS-ന്റെ ഇതിലോട്ട് സെറ്റ് ആക്കി. അതെ. സോ നിങ്ങൾ ഈ ഒരു ഓരോ സ്റ്റെപ്സും നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം ഒരു വെബ് ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് ഏറ്റവും വേണ്ട ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേകതയാണ് ഈ ഒരു ബ്ലോഗ്സ് വായിച്ച്, പ്രത്യേകത എന്നുള്ളതല്ല കറക്റ്റ് വേർഡ്. സോ ബ്ലോഗ്സ് വായിച്ച് നമുക്ക് മനസ്സിലാക്കാന്നുള്ളത്. സോ നിങ്ങൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി അങ്ങനെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഇൻ കേസ് ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വീഡിയോസ് റെഫർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേറെ വീഡിയോസ് ഒന്നും കണ്ടിട്ട് പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഒക്കെ അതിൽ വരാം. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ബിഗിനർ ആണെങ്കിൽ കൂടുതൽ വിൻഡോസ് യൂസ് ചെയ്യാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ലിനക്സ് യൂസ് ചെയ്യുന്നവർ നിങ്ങൾക്ക് ലിനക്സ് ബേസിക് കമാൻഡ്സും കാര്യങ്ങളൊക്കെ അറിയെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ എനിവേ വിൻഡോസ് നമുക്ക് ഏത് സാധനം ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ കണ്ടോ ഡൗൺലോഡ് ദ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ എന്താണ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതായത് നിങ്ങൾ ജസ്റ്റ് ഇത് വായിച്ചിട്ട് മനസ്സിലാക്കി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്കപ്പോൾ ഇനി Vscode ആഫ്റ്റർ ഇൻസ്റ്റാളേഷൻ Vscode എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ Vscode ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഇൻസ്റ്റാളറിലോട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ Vscode ഒരു ഇന്റർഫേസ്. ഇങ്ങനെയാണ് വരാം. ഇനി നമുക്ക് ഈ Vscode കുറച്ച് ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ആവശ്യം വരുന്നുണ്ട്. അതേപോലെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നൊക്കെ ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യാൻ ഒരു ഓട്ടോമേഷൻ നമുക്ക് സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് നമ്മൾക്ക് എക്സ്റ്റൻഷൻ നോക്കാം. എക്സ്റ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് Vscode ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഒരു ടാബ് കാണാം. അതിൽ കുറച്ച് ഐക്കൺസ് കാണാം. സോ ആ ഐക്കൺസിൽ നമുക്ക് ഒരു 1 2 3 4 5 ഫിഫ്ത്ത് ഐക്കൺ, ആ ഒരു ഫിഫ്ത്ത് തന്നെ വരണമെന്നില്ല. സോ ആ ഒരു ഫിഫ്ത്ത് ഐക്കൺ, ആ ഒരു ഐക്കൺ കണ്ടല്ലോ, ആ ഒരു ഐക്കണിൽ നിങ്ങൾ ജസ്റ്റ് ഓവർ ചെയ്താൽ കാണാൻ പറ്റും എക്സ്റ്റൻഷൻസ് എന്നുള്ളത്. സോ അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുള്ളത്. സോ അതിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ Ctrl+Shift+
എക്സ് നിൽക്കിയാൽ നേരെ എക്സ്റ്റൻഷൻസ് ഓൺ ആകും. അതെ. സോ ഹിയർ നമുക്ക് ഇനി ആവശ്യമുള്ളത് ആ ഒരു എക്സ്റ്റൻഷൻ്റെ പേര് ലൈവ് സെർവർ എന്നാണ്. ഓക്കെ, ഞാനിവിടെ സെർച്ച് ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ലൈവ് സെർവർ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് വരും. ഓക്കെ, വന്നിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് 34.5 മില്യൺ ഡൗൺലോഡ്സ് ആണ് ഈ ഒരു ലൈവ് സെർവർ എന്നുള്ളത്. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്ക് ഈ ഒരു ലൈവ് സെർവർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇവിടെ ഇൻസ്റ്റാളിൽ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേ പറയാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ഈ ഒരു ഡെവലപ്മെൻറ്റ് ഒരു HTML കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇതിൻ്റെ യൂസ് പറയാൻ പറ്റുള്ളൂ. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ലൈവായിട്ട് ഈ ഒരു വെബ്സൈറ്റ്, അതായത് നമ്മുടെ ഈ ഒരു HTML കണ്ടന്റ് ലോഡ് ചെയ്യും, അതായത് പ്രിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈവ് സെർവർ എന്നുള്ള ഒരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് മനസ്സിലാവുന്നതാണ്. സോ ഇനി നമുക്ക് ഓട്ടോ സേവ് എന്നുള്ള സംഭവം ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഓട്ടോ സേവിന് വേണ്ടിയിട്ട് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിന്റെ ആവശ്യമില്ല, കാരണം നമ്മുടെ തന്നെ അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ തരുന്നുണ്ട്. അതെ. സോ നമ്മളിപ്പോൾ സാധാരണ നിങ്ങൾ നോട്ട് പാഡിലൊക്കെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഈ ഒരു ടൈപ്പ് ചെയ്യുന്നത് സേവ് ചെയ്യപ്പെടുന്നില്ല. സോ ഇൻ കേസ് നമ്മളെ PC പെട്ടെന്ന് ഓഫായി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ വിൻഡോ ക്ലോസ് ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് റിമൈൻഡർ വരും. ഇൻ കേസ് അതും നമ്മൾ ക്ലോസ് ചെയ്താൽ നമ്മൾ ഈ ടൈപ്പ് ചെയ്തൊന്നും സേവ് ആവുന്നില്ല. സോ നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്തൊന്നും ഒരിക്കലും മിസ്സാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, നമുക്ക് എപ്പോഴും ഇങ്ങനെ സേവ് ചെയ്ത് പ്രിവ്യൂ നോക്കേണ്ട ആവശ്യമില്ല. സോ ഞാനിപ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുന്നുണ്ടാവില്ല. ഇത് നമുക്ക് ഒരു കുറച്ച് വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഓട്ടോ സേവിന്റെ ഒക്കെ ഉപകാരം എത്രത്തോളാണെന്നുള്ളത്. ഇതാണ് മെയിൻ ആയിട്ട് ഐഡിയും അതുപോലെ തന്നെ ജസ്റ്റ് നോട്ട് പാഡ്സും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. പിന്നെ നോട്ട് പാഡ്സിലാണെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മൾ മാനുവലായിട്ട് സേവ് ചെയ്യണം, അതുപോലെ തന്നെ സേവ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ബട്ട് ഇവിടെ നമുക്ക് അതിന്റെ ആൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മളിവിടെ ലൈവ് സെർവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ നമ്മൾ ഈ ഒരു ഓട്ടോ സേവ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ പോവാം. ജസ്റ്റ് ഇവിടെ ഫയലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ ഒരു സമയത്ത് നേരെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഓട്ടോ സേവ് എന്നുള്ള ഒരു ഓപ്ഷന് എനാബിൾഡ് ആയിരിക്കണം. ബൈ ഡിഫോൾട്ട് മേ ബി എനാബിൾഡ് ആയിരിക്കും. ഇനി എനാബിൾഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് നമ്മൾ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. സോ എനാബിൾ ചെയ്യാണ് നമ്മൾ ഓട്ടോ സേവ്. ഓക്കെ, എനാബിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു ടിക്ക് മാർക്ക്. ആ ഒരു ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ഇത് എനാബിൾഡ് ആണ്. ചെറിയൊരു സെറ്റപ്പും കൂടി ചെയ്യാണ്ട് സെറ്റിംഗ്സിൽ പോവാം. ആൻഡ് നമ്മൾ മുകളിൽ തന്നെ സെർച്ച് ഉണ്ട്. സെർച്ചിൽ നമ്മൾ ഓട്ടോ സേവ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓട്ടോ സേവ്. സോ ഓട്ടോ സേവ് എന്ന് ടൈപ്പ് ചെയ്താൽ ഫസ്റ്റ് ഓട്ടോ സേവ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഓട്ടോ സേവ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബൈ ഡിഫോൾട്ട് മേ ബി ഓൺ വിൻഡോ ചേഞ്ചിലായിരിക്കും ഈ ഒരു ഓട്ടോ സേവ് ഉള്ളത്. അത് മാറ്റിയിട്ട് നമ്മൾ ഓട്ടോ സേവ് ആഫ്റ്റർ ഡിലേ കൊടുക്കാം. ആൻഡ് ഇനി നമുക്ക് ഒരു ഡിലേ കൂടി സെറ്റപ്പ് ചെയ്യണം. സോ അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ താഴേക്ക് പോയി ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഹിയർ നമുക്ക് കാണാൻ പറ്റും ഓട്ടോ സേവ് ഡിലേ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ബൈ ഡിഫോൾട്ട് 1000 അല്ലാന്നുണ്ടെങ്കിൽ 1000 കൊടുക്കാം. 1000 നല്ലൊരു ടൈമാണ്. സോ 1000 മീൻസ് ഇത് മില്ലി സെക്കൻഡ്സിലാണ്. സോ 1000 മില്ലി സെക്കൻഡ് മീൻസ് 1 സെക്കൻഡ്. ഓരോ സെക്കൻഡും നമ്മളൊരു ടൈപ്പ് ചെയ്ത് ചേഞ്ച് ആ ഒരു കോഡ് ചേഞ്ച് ചെയ്ത ഓരോ സെക്കൻഡിലും ഇത് സേവ് ചെയ്യും. നമുക്ക് ഇൻ കേസ് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സേവ് ചെയ്യില്ല. നമ്മുടെ ഇപ്പോൾ ഉള്ള ആ ഒരു സേവ്ഡ് ആയിട്ടുള്ള കോഡിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്ന് 1 സെക്കൻഡ് കഴിഞ്ഞാൽ അത് സേവ് ചെയ്യും. സോ അതാണ് ഈ ഓട്ടോ സേവിന്റെ ഉപകാരം. ആൻഡ് ഇത്രയും നമുക്ക് ഈ നമ്മുടെ ഒരു പ്രൊജക്ടിന്, അതായത് നമ്മുടെ ഒരു സീരീസിന് വേണ്ടി സെറ്റപ്പ് ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റൻഷനും ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ജസ്റ്റ് പറയുന്നുള്ളൂ. അതെ, സേവ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്റ്റൻഷൻ ഉണ്ടാവും. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ ഇത് സേവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോറി, അതല്ല, സേവ് ടൈപ്പ് അല്ല, സേവ് ടൈപ്പിംഗ് ആണ്. ഓക്കെ, സോറി. ഓക്കെ, സേവ് ടൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് അതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഡിസേബിൾ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്കിത് ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി എനേബിൾ ആകും. ഇതും അതുപോലെ തന്നെ നമുക്ക് ലൈവ് സെർവർ ചെയ്ത് അതേപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് അത് എനേബിൾ ആയിരിക്കുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആൻഡ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.